നിങ്ങൾക്കിത് അറിയായിരുന്നോ? 2000 എന്ന വർഷത്തിന് മുൻപ് വരെ ഹോസ്പിറ്റൽസ്, തിയേറ്റേഴ്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റെയിൽവേ സ്റ്റേഷൻസ് എന്നീ പബ്ലിക് പ്ലേസസിലെല്ലാം സിഗരറ്റ് സ്മോക്കിംഗ് അലൗഡ് ആയിരുന്നു എന്നുള്ള കാര്യം 2000 എന്ന വർഷത്തിന് മുൻപ് വരെ റെയിൽവേ സ്റ്റേഷൻസ്, അതുമാത്രമല്ലാണ്ട് ഇന്ത്യൻ ട്രെയിൻസിൽ പോലും ആഷ്ട്രേസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാസഞ്ചർ സീറ്റ്സിന്റെ അടുത്ത്. നമ്മൾക്കിന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പബ്ലിക്കിൽ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നത് ഒരു ഒഫൻസ് ആണെന്ന്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ് ഡെലിവർ ചെയ്തത്. മുരളി എസ് ദിയോറ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണിത്. മുരളി എസ് ദിയോറ ഈ കേസിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പബ്ലിക്കിൽ ഒരാള് സിഗരറ്റ് സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്കും നോൺ സ്മോക്കേഴ്സിന്റെ ഹെൽത്തിനെ ഇത് ബാധിക്കില്ലേ? അങ്ങനെ ആർട്ടിക്കിൾ 21 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വയലേറ്റ് ആവുന്നില്ലേ ഈ ഒരു ആക്ട് വഴി എന്ന് മുരളി എസ് ദിയോറ പറഞ്ഞു. അങ്ങനെ സുപ്രീം കോടതി ഇറക്കിയ ജഡ്ജ്മെന്റ് എന്താന്ന് വെച്ചാൽ പബ്ലിക് സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പബ്ലിക് പ്ലേസിൽ ഒരാൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഒഫൻസ് ആയിട്ട് പറയുന്നത്. ബൈ ദ വേ, നിങ്ങൾക്ക് ഇത് അറിയായിരുന്നോ? സിഗരറ്റ് പ്രൊഡക്ട്സിൽ ഇന്ത്യയുടെ ടാക്സ് ബർഡൻ 53% ആണ്. ബട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ടാക്സ് ബർഡൻ 75% ആണ്. ഈ പറയുന്ന നിയമങ്ങളാണ് ഇന്ത്യയിൽ ആന്റി സ്മോക്കിംഗ് ലോസ് എന്ന് പറയുന്ന നിയമങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഫോർ മോർ ലീഗൽ ടിപ്സ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ശുഭദിനം.